Good morning, dear students. അപ്പം നമുക്ക് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് പീരിയോഡിസിറ്റി എന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടു SP, D and F block elements നമ്മൾ കണ്ടു. പിന്നെ ഡയഗണൽ റിലേഷൻഷിപ്പ് ആൻഡ് അനോമലസ് ബിഹേവിയർ ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് അതർ എലമെൻറ്റ്സ് അത് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതിയപ്പോൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഉള്ളതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ബാക്കി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. അതിൽ പോളിംഗ് സ്കെയിൽ നമ്മൾ കണ്ടു. നമുക്ക് എന്തൊക്കെയാണ് ആ പോളിംഗ് സ്കെയിലിൽ നമ്മൾ പഠിച്ചത് എന്ന് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ പോളിംഗ് സ്കെയിൽ എന്താണ്? അപ്പോൾ പോളിംഗ് ഡെഫിനേഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ദ ടെൻഡൻസി ഓഫ് ദ ആറ്റം ടു അട്രാക്ട് ഇലക്ട്രോൺസ് ടു ഇറ്റ് സെൽഫ് വെൻ കമ്പൈൻഡ് ഇൻ എ compound. പിന്നെ നമ്മൾ കണ്ടു ഇറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ് ഫോർ an element. Depending on the element to which it is connected, the electronegativity will be different. പിന്നെ ഒരു ജനറൽ കാര്യം, സ്മോൾ ആറ്റംസ് ഷോ ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി. പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ആർബിട്രറി സ്കെയിലാണ്. അപ്പോൾ ആ ആർബിട്രറി സ്കെയില് നമുക്ക് ഡെറൈവ് ചെയ്യണമെങ്കിൽ ഒരു ടേം വേണം. അതാണ് ചേഞ്ച് ഇൻ ബോണ്ട് എനർജി ഡെൽറ്റ ബി. അപ്പോൾ ഫോർ എ ഡയറ്റോമിക് മോളിക്യൂൾ XY, ഡെൽറ്റ ബി ഈസ് ബോണ്ട് എനർജി മെഷേർഡ് മൈനസ് ബോണ്ട് എനർജി തിയോറട്ടിക്കൽ. ഇതുപയോഗിച്ച് ഈ ഒരു ടേം ഉപയോഗിച്ച് പോളിംഗ് കണ്ടുപിടിച്ച ഒരു ഇക്വേഷനാണ് chi of x minus chi of y is equal to 0.102 into square root of delta B, where delta B is in kilojoules per mole. ഇതിൽ chi എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ ആണ് തരുന്നത്. ഇനി ഡെൽറ്റ ബി കിലോ കാലറീസിലാണെങ്കിൽ ദ ഇക്വേഷൻ വിൽ ബി chi of x minus chi of y is equal to 0.208 into square root of delta B. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി അറിയണം. പോളിംഗ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ഫ്ലോറിൻ അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 4 എന്ന് ആർബിട്രലി അസ്യൂം ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ എലമെൻസിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് പോളിംഗ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയില് ഡെറൈവ് ചെയ്തത്. ഇത് വെച്ച് നമുക്ക് പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ച് നമുക്ക് കുറേ ഒബ്സർവേഷൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. പോളിംഗ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഈസ് ഡെറൈവ്ഡ് ബൈ അസൈനിങ് എ വാല്യൂ ഓഫ് 4 ടു ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. അത് വെച്ചിട്ട് നമുക്ക് ദ ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് എന്നുള്ളത് ഫ്രാൻസിയമാണെന്ന് കിട്ടും. വിത്ത് chi is equal to 0.7. അപ്പോൾ ലീസ്റ്റ് വാല്യൂ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഒബ്റ്റെയിൻഡ് യൂസിങ് പോളിംഗ് സ്കെയിൽ ഇസ് 0.7. പിന്നെ എലോങ് ഇൻ ദ പീരിയോഡിക് ടേബിൾ എലോങ് എ പീരിയഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ അതിലെ രണ്ടാറ്റത്തിനും സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റി ആണെങ്കിൽ ദ ബോണ്ട് ബിറ്റ്വീൻ ദം വിൽ ബി കോവാലന്റ്. ഇനി ഈ രണ്ട് ആറ്റംസിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വളരെ കൂടുതലാണെങ്കിൽ അത് അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് 1.7 അധികമാണെങ്കിൽ ദേ ഫോം അയോണിക് ബോണ്ട്, 1.7 താഴെയാണെങ്കിൽ ദേ ഫോം കോവാലന്റ് ബോണ്ട്. ഇതാണ് പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇനി നമുക്ക് അടുത്ത സ്കെയിലിലേക്ക് വരാം, വിച്ച് ഇസ് ദ മുള്ളിക്കൻ സ്കെയിൽ ഓഫ് മുള്ളിക്കൻ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് രണ്ട് ടേംസ് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അത് രണ്ടുമാണ് അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും. Ionization enthalpy is the amount of energy that an isolated gaseous atom requires to lose an electron in its ground state. ഓക്കെ, എന്ന് വെച്ചാൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ദ എനർജി റിലീസ്ഡ് ഡ്യൂറിങ് അയണൈസേഷൻ. അപ്പോൾ ഏതിൻ്റെ അയണൈസേഷൻ? ഒരു
ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അയണൈസ് ചെയ്ത് പോകുന്നതിന് വേണ്ടുന്ന എനർജിക്കാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇതാണ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ. ദ എനർജി that an isolated gaseous atom requires to lose an electron in its ground state. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്തുവാ? The amount of energy released when an electron is added to an isolated gaseous atom. ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. According to Mulliken, the average of ionization enthalpy and electron gain enthalpy of an atom is its electronegativity. Mulliken പറയുന്നത് ഇത് രണ്ടിൻ്റെയും ആവറേജിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. അപ്പോൾ മുള്ളിക്കൻ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ സിമ്പിളാണ്. അദ്ദേഹം ഡെറൈവ് ചെയ്ത ഇക്വേഷൻ ഇങ്ങനെയാണ്: chi is equal to 0.374 into ionization enthalpy plus electron gain enthalpy by 2 plus 0.17. നമ്മൾ പറഞ്ഞ ആവറേജ് ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞല്ലോ, അതാണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്ന ടേം. അത് ഇൻറ്റു 0.374 പ്ലസ് 0.17. ഇതിനെയാണ് മുള്ളിക്കൻസ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. മുള്ളിക്കൻസ് ഇലക്ട്രോനെഗറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും യൂഷ്വലി കിലോ ജൂൾസ് പെർ മോളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ ആവറേജ് കാണാനുള്ള ഈ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് ഇക്വേഷൻ ബിക്കംസ് 0.374 ബൈ 2 ചെയ്തു. അപ്പോൾ 0.187 ഇൻറ്റു അയണൈസേഷൻ എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്ലസ് 0.17. ഇതാണ് മുള്ളിക്കൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഫോർ ഇലക്ട്രോനെഗറ്റിവിറ്റി ബേസ്ഡ് ഓൺ മുള്ളിക്കൻ. ഇത് വളരെ സിമ്പിളാണ്. ഇനി അടുത്ത സ്കെയിലാണ്, അടുത്ത ഇലക്ട്രോനെഗറ്റിവിറ്റി ഡെഫിനിഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതാണ് ആൽഫ്രഡ് ആൻഡ് റോച്ചോ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇത് പോളിംഗ് സ്കെയിലായിട്ട് വളരെ സിമിലർ ആയിട്ടാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. According to Alfred and Rochow, electronegativity is a measure of the electrostatic force exerted by the nucleus of an atom on the valence electron. അപ്പോൾ ഒരു ആറ്റം എടുത്താൽ ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് വാലൻസ് ഇലക്ട്രോണിൽ ചെലുത്തുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഒരു മെഷറാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാലൻസ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ മെഷറാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. According to them, chi is equal to 0.744 plus 0.359 into Z effective divided by R squared, where Z effective is the effective nuclear charge and R is the covalent radius of an atom. അപ്പോൾ അക്കോർഡിംഗ് ടു ആൽഫ്രഡ് ആൻഡ് റോച്ചോ സ്കെയിൽ നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സാധനം വേണം. അതെന്താണ്? Z effective, that is effective nuclear charge and the covalent radius of the atom. അപ്പോൾ എന്താണ് ഈ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് നമുക്ക് നോക്കാം. In multi-electron atoms, the electrons occupying the lower energy levels tend to reduce the effect of nuclear charge on the electrons in higher energy orbitals. This is called screening effect. ഇതെല്ലാം ആറ്റത്തിലും ഉണ്ടാവണമെന്നില്ല. മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിനാണ്, ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിനാണ് ഈ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിൻ്റെ ആവശ്യം ഉണ്ടാകുന്നത്. എന്താണ് ഈ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിൻ്റെ റീസൺ? മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിൽ, ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിൽ ന്യൂക്ലിയസിന് വാലൻസ് ഇലക്ട്രോൺസിനെ ഇഫക്റ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഇടയിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് വാലൻസ് ഇലക്ട്രോൺസിനെ റിപ്പല് ചെയ്യും. അതേപോലെ തന്നെ വാലൻസ് ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജിനെ അത്ര ഇഫക്റ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്യാനും പറ്റില്ല, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ അതർ ഇലക്ട്രോൺസ് ഇൻ ബിറ്റ്വീൻ. ഇപ്പോൾ നമ്മൾ ഒരു
എന്താ പറയുക, ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും പിന്നെ ഇരിക്കുകയാണ്. ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾ കാരണം ടീച്ചറിനെ ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർക്ക് ശരിക്കും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവർക്ക് ടീച്ചറിനെ ഇഫക്റ്റീവായിട്ട് കാണുന്നത് പോലെ ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർക്ക് കാണാൻ പറ്റില്ല. ഏകദേശം അതേ ഒരു ഇഫക്റ്റാണ് ഈ വാലൻസ് ഇലക്ട്രോൺസിന് ഉണ്ടാവുക. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റാണ് ഈ വാലൻസ് ഇലക്ട്രോൺസിന് ഉണ്ടാകുന്നത്. ഇതിനെയാണ് സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ലോവർ എനർജി ലെവൽസിലുള്ള ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസിനെ ന്യൂക്ലിയർ ചാർജിൽ നിന്നും ഷീൽഡ് ചെയ്യും അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യും. ഇതിനെയാണ് സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വാലൻസ് ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജ് എക്സാക്ട്ലി ദ സെയിം ആയിരിക്കില്ല, ന്യൂക്ലിയസിൻ്റെ എക്സാക്റ്റ് ചാർജ് ആയിരിക്കില്ല വാലൻസ് ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജ്. അതിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജിനെയാണ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. ഇസഡ് ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ഇസഡ് ആക്ച്വൽ മൈനസ് ദ എസ്, വെർ എസ് ഇസ് ദ സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇസഡ് ഇഫക്റ്റീവ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആൽഫ്രഡ് ആൻഡ് റോച്ചോ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇസഡ് ഇഫക്റ്റീവ് കിട്ടണമെങ്കിൽ നമുക്ക് എസ് വേണം, വേർ എസ് ഇസ് ദ സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ചില റൂൾസാണ് സ്ലേറ്റേഴ്സ് റൂൾ. ഒരു മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂൾസിനെയാണ് സ്ലേറ്റേഴ്സ് റൂൾസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ സ്ലേറ്റേഴ്സ് റൂൾ എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചില സ്റ്റെപ്പ് വൈസ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കാം. സ്റ്റെപ്പ് 1, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ ആറ്റം ഇൻ ദ ഫോളോയിങ് ഫോം. ഇതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതണം. സ്ലേറ്റേഴ്സ് റൂളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം 1sനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുക, 2sഉം 2pയും ഒന്നിച്ച്, 3sഉം 3p ഒന്നിച്ച്, 3d വേറെ, 4p ഒന്നിച്ച്, 4d വേറെ, 4f വേറെ, 5s 5p ഒന്നിച്ച്. എന്ന് വെച്ചാൽ എന്താണ്, ഒരേ മെയിൻ ഷെല്ലിൽ വരുന്ന എസിനെയും പിയെയും ഒന്നിച്ച് വയ്ക്കുക, ബാക്കിയുള്ളതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഇനി സ്റ്റെപ്പ് 2, ഐഡൻറ്റിഫൈ ദ ഇലക്ട്രോൺ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇഗ്നോർ ഓൾ ഇലക്ട്രോൺസ് ഇൻ ഹയർ ഗ്രൂപ്പ്സ് ടു ദ റൈറ്റ് ഇൻ ദ ലിസ്റ്റ് ഫ്രം സ്റ്റെപ്പ് 1. എന്ന് വെച്ചാൽ സപ്പോസ് നമ്മൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓൺ 3p ഇലക്ട്രോണാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3pക്ക് മുകളിലുള്ള, അതായത് ഈ എഴുതിയിരിക്കുന്ന പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ റൈറ്റ് സൈഡിലുള്ള ബാക്കിയുള്ള എല്ലാത്തിനെയും ഇഗ്നോർ ചെയ്യുക. നമുക്ക് എന്ത് മാത്രം മതി, ലെഫ്റ്റ് സൈഡിലുള്ളത് മാത്രം മതി. ഈ റൈറ്റ് സൈഡിലുള്ളതൊന്നും ഷീൽഡ് ചെയ്യുന്നില്ല, ലെഫ്റ്റ് സൈഡിലുള്ളത് മാത്രമേ ഷീൽഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ഡൗൺ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, 2 ഐഡൻറ്റിഫൈ ദ ഇലക്ട്രോൺ ഓഫ് ഇൻട്രസ്റ്റ്, എന്നിട്ട് അതിൻ്റെ ഹയർ ഓർബിറ്റൽസിലുള്ള എല്ലാ ഇലക്ട്രോണിനെയും ഇഗ്നോർ ചെയ്യുക.